അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മകളുമായ അമ്മയുടെ വിവാഹ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ വഴിയും വഴികാട്ടിയുമായ കർത്താവെ, സർവ്വ പ്രത്യാശയും ഞങ്ങൾ അങ്ങിൽ സമർപ്പിച്ച് അമ്മൻ്റെ ഞങ്ങളുടെ വിവാഹത്തിനായി ഒരുക്കി വിശുദ്ധ അൽത്താരയിലേക്ക് യാത്രയാക്കി കനിവോടെ കൃത്യം പ്രാർത്ഥനയെ കൃത്യനായ സർവീശ്വര. ആമേൻ. രൂപകൽപ്പന ചെയ്ത് തെരഞ്ഞെടുത്ത കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമ്മുടെ കുടുംബത്തിലും ഏറ്റവും ആവശ്യമായ സമയമാണ്. നമുക്കെല്ലാവർക്കും കർത്താവെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നതിന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണം ഉള്ളവരും സർവശക്തന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാൻ. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. തന്റെ തൂവലുകൾ കൊണ്ട് എന്നെ അവിടുന്ന് മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശ്വരശികായ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമാകുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൽ നിന്റെ ദാസിയെ അമ്മയുടെ സ്നേഹത്തിന്റെ സങ്കല കൊണ്ട് വിവാഹം എന്ന കൂടാശയാൽ ബന്ധിക്കുമാറാകണമേ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിശ്വസിക്കാനും വിശ്വസ്തത പുലർത്തുവാനും ശക്തി നൽകണമേ. പരസ്പര ധാരണയോടെ ഹൃദയ ഐക്യത്തിൽ ദൈവാനുഗ്രഹം അനുഭവിച്ച് സന്തുഷ്ടമായി കഴിയുവാൻ അമ്മന്റെ ഇരയാകണമേ. സ്നേഹനിധിയായ പിതാവേ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ച് അങ്ങനെ ജീവിച്ചാനന്ദിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. കാനായിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം ചെയ്ത വിവാഹത്തെ മംഗളകരമാക്കി തീർത്ത ഈശോയെ, അമ്മയുടെയും ജോയലിന്റെയും വിവാഹ ജീവിതം ധന്യമാക്കണമേ. ഈ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥ യാചിച്ച പരിശുദ്ധ മാതാവേ, ഇവർക്ക് വേണ്ടി എന്തും അപേക്ഷിക്കണമേ. നസ്രത്തിലെ തിരുകുടുംബം പോലെ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ഒരു കുടുംബമാകുവാൻ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഇവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. കാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്നും മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യുവാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്നും രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിലും നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്നും മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതയിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്നും നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്നും ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരവും വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പാടുന്നോരീ ഞങ്ങളിൽ വചനമാം സ്നേഹ
the dark of the night, not a star in the sky, I can feel your love pull against the tide. And I see you shining bright like a lighthouse. And the wind's got the water running wild, but I'll swim to you, swim for my life. And I pray I'll make it before the night's out. not a star in the sky. I can feel your love pull against the tide, and I see you shining bright like a lighthouse. Keluatma
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോയെ, ഞങ്ങൾ എല്ലാവരെയും എന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇത്രയും കാലം ഞങ്ങളെ പരിശുദ്ധരായി കാത്തു സൂക്ഷിച്ചതിന്, ആരോഗ്യത്തോടുകൂടി കാത്തു സൂക്ഷിച്ചതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദാനമാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കൂട്ടായ്മയെ, ഞങ്ങളുടെ കുടുംബങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളൊന്ന് അകന്ന് നിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ കാരണവന്മാരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഇന്ന് വിവാഹത്തിനായി ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ ഞങ്ങളുടെ ജോയലിനെയും സാറിൻ്റെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. പുതിയ കുടുംബം രൂപീകരിക്കാനായി അവരുടെ ഈ യാത്രയിൽ എന്നും നീ കൂട്ടായിരിക്കണമേ. നന്മയുടെ പാതയിൽ എന്നും വഴികാട്ടിയായി ഉണ്ടായിരിക്കണമേ. അനുഗ്രഹമായി നീ കൂടെ ആയിരിക്കണമേ. ജോയലിനെ വളർത്തി വലുതാക്കിയ പെരിപ്പാപ്പനെയും ആൻസി ചേച്ചിയെയും മറ്റെല്ലാ ബന്ധുമിത്രാദികളെയും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇത്രയും കാലം വളർത്തി വലുതാക്കുന്നതിലൂടെ അവർ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ത്യാഗപൂർണമായ ഈ ഒരു ജീവിതത്തെ പ്രത്യേക നന്ദിയോടുകൂടി ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിന്റെ സന്നിധിയിൽ അവർക്കും സവിശേഷമായ സ്ഥാനമുണ്ടെന്നും സമ്മാനമുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രകാരം ഐശ്വര്യപൂർണമായ ഒരു കുടുംബം രൂപീകരിക്കാൻ, കൂട്ടായ്മയിൽ വളരാൻ, വിശുദ്ധിയിൽ വളർന്നു വരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അമ്മേ മാതാവേ, നസ്രത്തിലെ തിരുക്കുടുംബത്തെ നീ കാത്തു പരിപാലിച്ച പോലെ ഞങ്ങളുടെ ഈ കുടുംബത്തെ ഐശ്വര്യത്തിലും ക്ഷേമത്തിലും വിശുദ്ധിയിലും വളർത്തിക്കൊണ്ട് വരണമേ. തെറ്റിന്റെ ഏതെങ്കിലും രാജ്യമുണ്ടായ നിന്റെ കൃപാകടാക്ഷം ഉണ്ടാകണമേ. തിരുത്തി തരണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും കർത്താവിശ്വംശിയുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മായ സംസർഗവും പരിശുദ്ധമ്മയുടെ ആതിഥ്യവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I know the Father covers me as the enemy surrounds. My shepherd guards with rod and staff, no sheep remain unfound. By quiet waters I will find my fears have been relieved, and by my loving Savior's side forever I will be. Our God is good to us. Our God is good to us. Now we can stand on Christ our rock, and boldly we proclaim, our God is good to us. Our God is good to us. I know the plans you have for me are good and will fulfill the work you have begun in me. Surrender to your will. So send your Holy Spirit, Lord, to guide my wandering heart. My eyes forever fixed upon the promise of the cross. His hands and feet were pierced that day to save me from my grave. The Father
children, come and rest in me, draw near. And as we join in heavenly song, we offer grateful praise unto the Lamb upon the throne, the one who came to save. ജോയലും അമ്മൻ്റെയും ഒന്നു ചേർന്ന് ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുന്ന വിവാഹം എന്ന ഉദാശയിലൂടെ അവർ ഒന്നായിത്തീരുന്ന അനുഗ്രഹീതമായ നിമിഷത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും, അച്ഛന്മാരെയും അമ്മൻ്റെയും ജോലിയുടെയും കുടുംബാംഗങ്ങളെല്ലാം ഒറ്റ വാക്കിൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ നവദമ്പതികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരസ്പരം സ്നേഹിച്ചും വിശ്വസ്തതയിലും പ്രാർത്ഥിച്ചും മരണം വരെ ഒന്നായി ജീവിക്കുന്നതിനുള്ള കൃപ സർവേശ്വരൻ നൽകട്ടെ എന്ന് വിശുദ്ധ ബലിമത്തെ പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ ഉദാസ കർമ്മത്തിൽ പങ്കുചേരും.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനോണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാരോടെ അനുഗമിക്കും. നിന്റെ ഭാര്യന്റെ വാനത്തിലൂടെ കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സഹിതമുള്ളവരെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥൻ സൃഷ്ടാവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിലില്ല എന്നരുളി ചെയ്ത നിശ്ചയ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. സർവേശ്വരനെ
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മത്സരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, പത്രോസ്യായി 3-ാമത്തെ 1 മുതൽ 7 വരെ വാക്യങ്ങൾ കർത്താവിൽ നീങ്ങുന്നേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളോട് ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാര്യമുടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യമായി ശാന്തവുമായി ആത്മാവാകുന്ന അനിശ്ചിത രത്നം അണിഞ്ഞ് ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചതല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനിയാണെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. രാജാവിൻ തിരുമുമ്പിൽ ഞാനൊഴുകിയിടട്ടെ. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽ നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1-20 തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ.
യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളിൽ ആരംഭമാണ് ഗലീലയിലേക്ക് ആനായം ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇന്ന് ഈ വിശുദ്ധ ബലിയോടുകൂടി വിവാഹിതരായി കുടുംബജീവിതം ആരംഭിക്കുവാനായി ഈ അവസാനയുടെ മുമ്പിൽ നിൽക്കുന്ന ജോയൽ, അമൻഡ, അവരുടെ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, അവരുടെ ബൈജുവച്ച മറ്റ് സഹോദരീ സഹോദരന്മാരെ, സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും നിമിഷങ്ങളിലൂടെയാണ് ഈ 2 കുടുംബങ്ങളും ഇന്ന് കടന്നു പോവുക. മുകളിൽ കുടുംബവും നെടുവീരിൽ കുടുംബവും ഈ 2 മക്കളിലൂടെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ആ ബന്ധത്തിൻ്റെ ശക്തിയിലും ബലത്തിലും പുതിയ തലങ്ങളിലേക്ക് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണിത്. ഒരു വിവാഹമെന്ന കൂദാശയിലൂടെ ഇവർ 2 പേരും ഒന്നായിട്ട് ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുമ്പോൾ സഭയുടെ കാഴ്ചപ്പാടിൽ സഭ സന്തോഷിക്കുന്ന നിമിഷമാണിത്. ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ സന്തോഷമാണ് ഈ വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചിട്ട് ജോയലിൻ്റെ കയ്യിൽ ആ വീഞ്ഞ് എത്തിക്കുമ്പോൾ അന്ന് ആ കലവറക്കാരൻ പറഞ്ഞതുപോലെ ഇതുവരെ ഈ വീഞ്ഞ് നീ സൂക്ഷിച്ചു വെച്ചല്ലോ എന്നുള്ള ചോദ്യം ഈ മാതാപിതാക്കന്മാർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. കാരണം യേശു നടത്തിയ ആദ്യ അത്ഭുതം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അത്ഭുതങ്ങൾ കാണുവാനും അതിൻ്റെ ഫലമനുഭവിക്കാനും ഓടി നടക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. എവിടെയെങ്കിലും രോഗശാന്തിയോ അത്ഭുത പ്രവർത്തനങ്ങളോ ബൈബിൾ കൺവെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിജയം വിലയിരുത്തുന്നത് അത്ഭുതങ്ങളുടെ എണ്ണത്തിൽ. നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മളത്രയും മനസ്സിലാകാത്ത ഒരു വലിയ അത്ഭുതമാണ് ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ നടക്കുക. ജോയലും അഞ്ജനയും ഒന്നായി തീരുന്ന വലിയ അത്ഭുതം. ഒന്നിനെ രണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ 2നെ ഒന്നാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനായിട്ടാണ് നാം ഇവിടെയായിരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ വ്യക്തിപരമായിട്ട് 48 വർഷം മുമ്പുള്ളതായ ചിന്തയിലേക്കാണ് ഞാൻ പോവുക. ബെന്നിയുടെ വീട്ടിൽ ഒരു വലിയ അത്താഴമുണ്ടായിരുന്നു. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ കപ്പാടിയിൽ നിന്നാണ് ഇവിടെ വരിക. കുർബാന കഴിഞ്ഞ്
രണ്ട് സ്ഥലത്താണ് കിടക്കുക. ഒന്നുകിൽ ബെന്നിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ തോമസ് മാർക്ക് വീട്ടിൽ. അപ്പോൾ ബെന്നിയുടെ വീട്ടിലെ പ്രധാനത്തിൻ്റെ മുകളിലാണ് ഞാൻ പല രാത്രിയും ചിലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഇന്ന് ഈ വിവാഹത്തിനായിട്ട് ഇവിടെ വന്നത്. അന്ന് മുതലുള്ളതായ ബന്ധം ആ കുടുംബവുമായിട്ട് എനിക്കുണ്ട്. ആ ബന്ധം നിലനിർത്തുന്ന ശൈലിയാണ് അവർക്കുള്ളത്. ജോസിനെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയുടെ തറ ഇടുന്ന സമയത്ത് പണിക്കാർ വരാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ മൂലക്കാരുടെ താറായിരിക്കുകയാണ്. ബുധനാഴ്ച പള്ളി വെഞ്ചരിപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ പണി എന്തായി എന്നറിയുവാനായിട്ട് ഞാൻ അട്ടപ്പാടിയിൽ കൂടെ വരുമ്പോൾ ഒന്നുമായിട്ട് അറിയാൻ പറ്റിയില്ല. അത് ഞാൻ മനസ്സിലാ എന്നാ ചെയ്യുന്നത്, ബുധനാഴ്ച വെഞ്ചരിക്കുമ്പോഴല്ലേ ആൾക്കാർ വന്നില്ല, നമുക്ക് നടത്താൻ പറ്റിയില്ല, വളരെ ഒരു കാര്യമില്ല. ഇന്ന് തന്നെ അറിയിട്ടാലേ പണി നടക്കുള്ളൂ. ബുധനാഴ്ച വെഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അന്ന് ബലവാന്മാരായിട്ടുണ്ടായിരുന്ന ഒരു ദിവസം, ദിവസമൊക്കെയാണ്. ഞങ്ങളുടെ 3 പേരും കൂടിയാണ് ആദ്യത്തെ നൂതിയാല സിനിമയിൽ ചേർന്ന് ഇവിടെ കൊണ്ടുവന്നത്. ആ ഓർമ്മകളൊക്കെയാണ് എന്നെ മനസ്സിലേക്ക് വരിക. ആ ബന്ധമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞു. അതൊരു പ്രധാന കാര്യം. പ്രധാനപ്പെട്ടവർ ഇവർ രണ്ടുപേരുമാണ്. അവരെന്തിനാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും പ്രീ മാരേജ് കോഴ്സ് വഴിയും മറ്റ് പഠനങ്ങളിലൂടെയൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്. വിവാഹം എന്ന കൂദാശ വിശ്വാസത്തിൻ്റെ കൂദാശ. വിശ്വാസത്തിലൂടെ മാത്രമേ ഈ കൂദാശയെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ദൈവം നിങ്ങളിൽ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളിൽ രണ്ടുപേരെയും വിശ്വസിക്കുന്നത് മറ്റൊന്നിനുമല്ല, താനെന്ന് ആരംഭിക്കുന്ന, ആശീർവദിച്ച് ആരംഭിക്കുന്ന ഈ കുടുംബം വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സമാധാനത്തിലും മുമ്പോട്ട് പോകുമെന്നുള്ളതായ വലിയ വിശ്വാസമാണ് ദൈവത്തിനുള്ളത്. ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ ജീവിതം ആരംഭിക്കുവാനായി. അപ്പോൾ ദൈവം നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിക്കുകയും ഈ സമൂഹം എവിടെയായിരിക്കുന്ന ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് ഈ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ളതായ ഒരേ ഒരു വിശ്വാസം, നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നല്ല കുടുംബജീവിതം നയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയാണ്, സഭ നിങ്ങളെ വിശ്വസിക്കുകയാണ്. ഈ കൂദാശ കത്തോലിക്ക സഭയിലെ ഗ്രാനായ സമുദായത്തിലാണ് പരികർമ്മം ചെയ്യപ്പെടുന്നത്. അപ്പോൾ സഭയ്ക്കും ഗ്രാനായ സമുദായത്തിനുമുള്ളതായ ചിന്തയും പ്രതീക്ഷയും നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ല കുടുംബജീവിതം, സമുദായത്തിന് യോജിച്ച വിധത്തിലുള്ളതായ കുടുംബജീവിതം, സഭയ്ക്ക് അനുയോജ്യമായ വിശ്വാസ പ്രതിഫലിപ്പിക്കുന്നതായ കുടുംബജീവിതം നിങ്ങൾ നയിക്കുമെന്നുള്ളത്. അപ്പോൾ സഭ നിങ്ങളെ വിശ്വസിക്കുക. ഇന്ന് രാവിലെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ രണ്ടുപേരെയും സ്തുതിയും ചൊല്ലി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വലിയ ഒരു വിശ്വാസമാണ്. നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ആകെയുള്ളതായ ആഗ്രഹം നിങ്ങൾ നല്ല ഒരു കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്നുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരിൽ അത് നിങ്ങളെ വിശ്വസിച്ച് ഈ കൂദാശയിലൂടെ ഒന്നായി തീരുവാൻ ഇങ്ങോട്ട് അയച്ചിരിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന് ഒരിക്കലും ഭംഗം വരുന്ന രീതിയിലുള്ളതായ ജീവിത ശൈലി നിങ്ങൾക്കുണ്ടാകും. അവർ വളരെ ബുദ്ധിമുട്ടി, വളരെ അധ്വാനിച്ച് നിങ്ങളെ വളർത്തി വലുതാക്കി.
നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഒന്നേ ഒരു കാര്യമേ ഉള്ളൂ. എൻ്റെ മകനും എൻ്റെ മകളും നല്ല കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതായ ആ ബോധം അവർക്കുണ്ടാകണം. നിങ്ങൾ പരസ്പരം വിശ്വസിക്കുക. നിങ്ങൾക്ക് വേറെ ഗ്യാരണ്ടി ഒന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, സംസാരിച്ചിട്ടുണ്ടായാലും അതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ പരസ്പരം വിശ്വസിച്ചുകൊണ്ടാണ് ഈ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നത്. പരസ്പരം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയോടുകൂടി മുമ്പോട്ട് പോകാം. ഇവിടെ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതത്തിൽ ജോയലിൻ്റേതായ കുറവുകളുണ്ടായിരിക്കും. അതിലുപരിയായിട്ട് ജോയലിൻ്റേതായ വലിയ നന്മകളുണ്ടായി. അതുപോലെ തന്നെ അവൻ്റെക്കും അവളുടേതായ കുറവുകളും അതിലും ഒരു കൂടുതൽ നന്മകളുമുണ്ട്. അപ്പോൾ ആ നന്മകളും കുറവുകളുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. അത് ഈ വിശ്വാസം മുന്നോട്ട് മാത്രമാണ്. ഇത് എഴുതി കൊടുക്കാൻ സാധ്യമല്ല. ഇത് മുദ്രപ്പേപ്പറിൽ എഴുതി കൊടുത്തതെന്നതല്ല. നിങ്ങൾ പരസ്പരം വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറി ഞങ്ങൾ എന്നുള്ളതായ ഒരവസ്ഥയിൽ അത് നമ്മളായി മാറുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ പ്രവർത്തനം, നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കൾ, നമ്മളുടെ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായ ഒരു കുടുംബജീവിതം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കൂദാശ ദൈവം നിങ്ങളിൽ വിശ്വസിക്കുന്നു, സഭ നിങ്ങളിൽ വിശ്വസിക്കുന്നു, ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും നിങ്ങളിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ മാതാപിതാക്കന്മാർ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ പരസ്പരം വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കുടുംബജീവിതം ഭദ്രമാകും, കുടുംബജീവിതം സമാധാനത്തിനുള്ളതാകും, കുടുംബജീവിതത്തിൽ നല്ല അന്തരീക്ഷവും ഉണ്ടാകും. ആ വിശ്വാസം ബോധ്യപ്പെട്ടുകൊണ്ട് അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. നിങ്ങൾ വലിയ സമ്പന്നന്മാരാകണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊന്നുമല്ല. നല്ല കുടുംബജീവിതം, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, അത് പരസ്പര ബോധ്യത്തോടും അതിലുപരിയായുള്ള വിശ്വസ്തയോടെ കൂടി മുമ്പോട്ട് പോകുവാൻ ഇതിന് സഹായകരമാകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാത്രമാണ്. നിങ്ങൾക്ക് പോകുവാനുള്ള ഇടമുണ്ട്. അവിടെ വീഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞൊരു അമ്മയും മകനെ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. നിങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞ് തീരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ടുള്ള അമ്മയും ആ അമ്മയോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സാധിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകും. പരസ്പരം വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കും. അതിനാകെയായിട്ടുള്ളത് ആ അമ്മയുടെ ഒരു വാക്കാണ്, അവൻ പോലെ ചെയ്യുക എന്ന്. ദൈവം പറയുന്നതനുസരിച്ച് ചെയ്യുവാനും അതിൽ മുമ്പോട്ട് പോകുവാനും അതിനുള്ളതായ കഴിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം ശുഭമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ താമസത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതാവിന്റെ പരിഗണന ചെയ്യാൻ ഈ യോഗ്യതൻ ധരിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ
യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഐക്യം. നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അമന്റെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. അമന്റെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോയലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിലെ ഇസ്ഹാക്കിനെ യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശ് മരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണം. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവനെ കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണം. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയെ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം പണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Yes.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടു കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ തന്നെ വിളിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനും ആയിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിലും സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും നീടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തെ
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുവിൻ. എല്ലാ നിമിഷവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സാമന്തയ്ക്കും നെടുവേലിൽ കുടുംബത്തിനും മൂലാൽ കുടുംബത്തിലേക്കും ചുണ്ടോട് ഇടവകയിലേക്കും കൃത്യമായ സ്വാഗതം പറയുന്നു. ജോയലിനും സാമന്തയ്ക്കും ഈ വിവാഹത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ ആശംസകളും നേരുകയാണ്.
ഞാൻ മുഖ്യമായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നന്ദിയുടെ 2 വാക്ക് പറയാനാണ്. 2 വാക്ക്. ഒന്നാമത്തെ വാക്ക് ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി ഫാദർ സിജോയ് അച്ഛനാണ്. കല്യാണം തുടങ്ങുന്നത് വരെ ഇവിടെ ഉണ്ടാവുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്ത അച്ഛൻ ഈ ഫൊറോനയിൽ തന്നെ പെട്ട ബഹുമാനപ്പെട്ട ബിനുവച്ചൻ്റെ ചാച്ചൻ്റെ ശവസംസ്കാര കർമ്മങ്ങളിൽ സംബന്ധിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷമാണ് അച്ഛൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അച്ഛന് സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. രണ്ടാമത്തെ നന്ദിയുടെ വാക്ക് പറയാനുള്ളത് ഈ വലിയ മനുഷ്യനോടാണ്. അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായ 48 വർഷങ്ങൾ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ഈ ഇടവക ആരംഭിക്കുകയും അതിനെ വലുതാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിൽ വലിയ പ്രേരക ശക്തിയായി, പ്രാർത്ഥനാ ശക്തിയായി ബഹുമാനപ്പെട്ട മൈക്കിൾ നെടുന്തുരുത്തി പുത്തൻപേരിൽ അച്ഛൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. പാച്ചിപ്പാപ്പൻ തുടങ്ങിയുള്ള എല്ലാ കാരണവന്മാരെയും അച്ഛനിവിടെ നിൽക്കുമെന്ന് കാണുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ സ്ഥാനത്ത് അവരുടെ പ്രതിനിധിയായി അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്നത് ഞങ്ങൾക്കേറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്, ഊർജദായകമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അച്ഛനെ ഓർക്കുകയാണ്. അച്ഛൻ ഞങ്ങളുടെയൊക്കെ പത്തായങ്ങളിൽ കിടന്നതിനെ കുറിച്ച് പറഞ്ഞു. അച്ഛന് ഞങ്ങൾ കിടക്കാൻ അവസരം തരിക, സ്ഥലം തരികയല്ല ചെയ്തത്, അച്ഛൻ കിടന്നത് വഴി ഞങ്ങളുടെ പത്തായങ്ങൾ നിറയുകയാണ് ചെയ്തത് എന്നത് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരാൻ കാണിച്ച വലിയ സൗമനസ്യത്തിന് ഈ കുടുംബത്തിൻ്റെയും ഇവിടെ സന്നിധിയിലേക്കും എല്ലാവരുടെയും കൃത്യമായ നന്ദി അച്ഛൻ അറിയിക്കുന്നു. ഓക്കെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേലുള്ള കാരുണ്യത്തിന്റെ ബലം നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തടലിലെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇതിനെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും ആതിഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവർക്ക് പങ്കാളിയാകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹങ്ങളുടെ ഭൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനോഹരയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുവനന്തപുരത്തിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കണ്ട